ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാട്ടിൽ നിന്ന് UK വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് UK വരാൻ താല്പര്യമുണ്ടോ? അതുപോലെ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷ നോക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യങ് പ്രൊഫഷണൽ സ്കീം വിസ ഓപ്പൺ ആവുന്നുണ്ട്. ജൂലൈ 16 നാട്ടിലെ സമയം 1:30 വിസ ഓപ്പൺ ആവുന്നത്. ജൂലൈ 18 1:30 ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ 2 ദിവസം ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഈ സമയം നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പ്രോപ്പർലി ഒരു ലോട്ടറി വിസയാണ് കേട്ടോ. ബാലറ്റ് വിസയാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഇടാം. അതിൽ നിന്ന് റാൻഡംലി സെലക്ട് ചെയ്യുന്ന 3000 പേരെയാണ് ഇത്തവണ UK കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് 18നും 30നും ഇടയിലായിരിക്കണം പ്രായം. അതല്ലെന്നുണ്ടെങ്കിൽ UK നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഡേറ്റിന് മുന്നേ നിങ്ങൾക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. 2350 പൗണ്ട് സേവിങ്സിൽ കാണിക്കാൻ നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം. അതുപോലെ 18 വയസ്സ് താഴെയുള്ള ഫിനാൻഷ്യലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ചൈൽഡ് ഉണ്ടാവാൻ പാടില്ല. മീൻസ് നമുക്കൊരു ഡിപ്പെൻഡൻസിനെ ആരെയും നമുക്ക് കൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ബാലറ്റ് ഓപ്പൺ ആകുമ്പോൾ ബാലറ്റിൽ എൻ്റർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ഇമെയിൽ ഐഡിയും പാസ്പോർട്ടിന്റെ കോപ്പിയും നിങ്ങളുടെ പേരും ബാക്കി ഡീറ്റെയിൽസും ആണ്. അതല്ലാതെ ബാലറ്റിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് യാതൊരു പൈസയുടെയും ചെലവില്ല. അങ്ങനെ ഏതെങ്കിലും ഏജൻസീസ് ഒക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിലൊന്നും പോയി പെടരുത്. കാരണം അങ്ങനെ ഏജൻസി കോൺടാക്ട് ചെയ്യുന്ന കുറെ ന്യൂസുകൾ ഈയിടെയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടു. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ടും പറയുന്നത്. ഇതൊരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ്. ജൂലൈ 16 ഓപ്പൺ ആയി ജൂലൈ 18 ക്ലോസ് ആവുന്നത്. പിന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവര് കുറെ ഒരു 18 വരെ വെയിറ്റ് ചെയ്തിരിക്കാതെ 16 തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ലോങ് ക്യൂ ഇതിന് വേണ്ടിയിട്ട് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കാതെ മാക്സിമം നേരത്തെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഈ ഒരു വിസയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവില് ഏകദേശം ഒരു 3 ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സേവിങ്സിൽ കാണിക്കേണ്ട ചെലവും വിസ ഫീയും എല്ലാം കൂടെ കൂട്ടി ഒരു 3 ലക്ഷം, മാക്സിമം ഒരു 4 ലക്ഷം രൂപ അതിനുള്ളിൽ നിങ്ങളുടെ ചെലവ് നിൽക്കും. ആ ഒരു തുകയ്ക്ക് നിങ്ങൾക്ക് UK വന്ന് 2 വർഷം ജോലി ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഫുൾ ടൈം UK ജോലി ചെയ്യാൻ പറ്റും ഈ 2 വർഷവും. അതിനുശേഷം ഈ 2 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ സ്പോൺസർഷിപ്പ് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഓപ്ഷനും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു വിസയുടെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡന്റിനെ കൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പൊ മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ കുട്ടികളെ അല്ലെങ്കിൽ സ്പൗസിനെ കൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു 2 വർഷത്തിന് ശേഷം ഒരു സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ UK വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്ത് കളയരുത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. മറക്കാതെ 16 തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ UK VAയുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾ ഈ ഡ്രോയില് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഡ്രോ ക്ലോസ് ആയി, അതായത് 18 ശേഷം വിത്തിൻ 2 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങൾ സക്സസ്ഫുള്ളി ഡ്രോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഈ വിസ ടൈമിൽ നിങ്ങൾ വിസ ഫീസും ഹെൽത്ത് സർചാർജും പേ ചെയ്യേണ്ടതുണ്ട്. അത് ഏകദേശം ഒരു 300 പൗണ്ടിന് താഴെയാണ്. അതായത് നാട്ടിലൊരു 30,000 രൂപയുടെ ഉള്ളിലാണ് വിസ ഫീ വരിക. ഹെൽത്ത് സർചാർജും ഏറെക്കുറെ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ 2350 പൗണ്ട് നമ്മുടെ എക്സ്പെൻസ് അല്ല, അത് നമ്മൾ സേവിങ്സിൽ കാണിക്കേണ്ട എമൗണ്ട് ആണ്. നമുക്ക് അതിനുശേഷം അത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിസയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മാക്സിമം നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. ഈ ഒരു അവസരം പാഴാക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.